Hello my dear students. Today class we are going to discuss the fifth chapter, that is the sources of energy. How is heat produced in a firewood stove? അടുപ്പിൽ എങ്ങനെയാണ് തീ കത്തുന്നത്? What are the substances burned to produce heat in a kerosene stove and a gas stove? അപ്പോൾ മണ്ണെണ്ണ അടുപ്പ് കത്തിക്കാനും ഗ്യാസ് സ്റ്റവ് കത്തിക്കാനും എന്തൊക്കെയാണ് ആവശ്യം? Fuels. Fuels are substances which liberate heat on burning. Fuels എന്ന് പറഞ്ഞാൽ എന്താണ്? Substances at liberate അല്ലെ, കത്തിക്കുമ്പോൾ എന്താണ്? ചൂട് റിലീസ് ചെയ്യും. Substances such as firewood and kerosene used for എന്തൊക്കെയാണ്? വിറകും മണ്ണെണ്ണയും used for cooking, ഭക്ഷണം വെക്കാനും, as well as those like petrol and diesel used for running automobiles are fuels. പെട്രോളും ഡീസലും എന്തിനൊക്കെയുള്ളതാണ്? റണ്ണിങ് ഓട്ടോമൊബൈൽസ് അല്ലെ, വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ആവശ്യമുള്ളതിന് എന്താണ്? ഫ്യൂവലാണ്. Firewood and coal are solid fuels. ഫയർവുഡും കോളും എന്താണ്? സോളിഡ് ഫ്യൂവൽസ് ആണ്. പിന്നെ കൽക്കരിയും വിറകും ഒക്കെ സോളിഡ് അല്ലേ. The components separated from petroleum such as diesel, petrol and kerosene are liquid fuels. അതായത് പെട്രോളിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ അല്ലെ. They are liquid fuels. പിന്നെ gaseous fuels ഏതൊക്കെയാണ്? LPG, CNG, ഹൈഡ്രജൻ അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അത് CNG ആൻഡ് ഹൈഡ്രജൻ, അതൊക്കെ എന്താണ്? ഗേഷ്യസ് ഫ്യൂവൽസ് ആണ്. ആർ ഫ്യൂവൽസ് യൂസ്ഡ് ഓൺലി ഫോർ കുക്കിംഗ്? ഈ ഫ്യൂവൽസ് ഒക്കെ നമ്മൾ കുക്കിംഗ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. പിക്ചറിൽ എന്താ കാണുന്നത്? യു നോട്ട് ദാറ്റ് ദ എനർജി റിക്വയർഡ് ഫോർ റണ്ണിംഗ് വെഹിക്കിൾസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ദം. അതായത് നമ്മളിവിടെ എന്താ കാണുന്നത്? യൂസ്ഡ് ഫോർ എനർജി റിക്വയർഡ് ഫോർ റണ്ണിങ് വെഹിക്കിൾസ്, വാഹനം ഓടിക്കാനും എന്ത് വേണം? ഫ്യൂവലിന്റെ ആവശ്യമുണ്ട് അല്ലെ. You also know that the fuels more used in motor cars and buses. മോട്ടോർ കാറിലും ബസ്സിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫ്യൂവൽ ഉപയോഗിക്കാറുണ്ട്. The fuel used in aeroplane is known as aviation fuel. എയ്റോപ്ലെയിനിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലിനെ നമ്മൾ എന്ത് പറയും? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയും. Fuels produce energy by burning. Hence all fuels are sources of energy. അപ്പോൾ ഫ്യൂവലിന് എങ്ങനെയാണ് എനർജി ലഭിക്കുന്നത്? കത്തുന്നതിലൂടെയാണ് അവർക്ക് എനർജി ലഭിക്കുന്നത്. അപ്പൊ എല്ലാ ഫ്യൂവൽസും എന്താണ്? എനർജിയുടെ ഓരോ സോഴ്സുകളാണ്. ഫുഡ്. Where do you get the energy for running from? ഈ ഓടാനുള്ള ശക്തി നമുക്ക് എവിടുന്നാ കിട്ടിയത്? We do a lot of activities every day. അല്ലേ, നമ്മൾ ഡെയിലി ഓരോ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. Energy is required for doing these activities. എനർജി വേണം, ശക്തി വേണം അല്ലെ ഇതൊക്കെ ചെയ്യാൻ. This energy is obtained from food. എവിടുന്നാ നമുക്ക് ലഭിച്ചത്? ഭക്ഷണത്തിലൂടെയാണ് നമുക്കിത് ലഭിച്ചത്. Thus the food we eat is a source of energy. സോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫുഡ് അല്ലെ. നമുക്ക് എനർജി, ഓടാനുള്ള എനർജി ഒക്കെ എവിടെ കിട്ടുന്ന? ഫുഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എനർജി ഈസ് റിക്വയർഡ് ഫോർ ഡൂയിങ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പൊ ശക്തി വേണം, ഈ പ്രവർത്തികളൊക്കെ ചെയ്യാൻ എനർജി വേണം. ദിസ് എനർജി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡ്. ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഈ എനർജി ഒക്കെ ലഭിക്കുന്നത്. ദിസ് ദ ഫുഡ് വി ഈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എനർജിയുടെ ഒരു സോഴ്സ് ആണ്. വെൻ ഫ്യൂവൽസ് ബേൺ, ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എന്താണ്? ഡു ഫ്യൂവൽസ് ബേൺ ഓൺ ദെയർ ഓൺ? ലുക്ക് അറ്റ് ദ പിക്ചർ അല്ലെ. ഈ ഫ്യൂവൽസ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെ കത്താറുണ്ടോ? The firewood stove has ember but it is not burning. What trick does your mother use to burn the firewood? അപ്പൊ ഫയർവുഡ് എന്താണ്? പുക വരുന്നുണ്ട്, പക്ഷെ അത് ബേൺ ചെയ്യുന്നില്ല. എന്താ കാരണം? അതില് ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ബേണിംഗ് അല്ലെ. ഫുൾ ആയിട്ട് ഇങ്ങനെ ഇറുക്കി എല്ലാം കൂടെ ടൈറ്റ് ആക്കി വെച്ചാൽ ബേൺ ചെയ്യില്ല. ഇതിനെ ഒരു എക്സ്പെരിമെന്റ് അറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. പ്ലേസ് എ ലൈറ്റഡ് കാൻഡിൽ ഓൺ ദ ടേബിൾ ടോപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. കവർ ദ ലൈറ്റഡ് കാൻഡിൽ വിത്ത് എ ഗ്ലാസ് ടംബ്ലർ. അപ്പൊ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ ഒരു ഗ്ലാസ്സും ഉണ്ട്. അപ്പൊ ഗ്ലാസ് വെച്ചിട്ട് ഈ കാൻഡില് നമ്മൾ കമഴ്ത്തി വെക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ കാൻഡിൽ ഫ്ലെയിം? വൈ ഇസ് ദ കാൻഡിൽ ഫ്ലെയിം പുട്ട് ഔട്ട്? റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ എക്സ്പെരിമെന്റ് യു ഹാവ് ഡൺ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ചെയ്ത എക്സ്പെരിമെന്റ് ഒരു വലിയൊരു നോട്ട് തന്നെ എഴുതുക. യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫ്യൂവൽ അലോങ് ഈസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ബേണിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫ്യൂവൽ മാത്രം പോരാ എന്തിന്? കത്താൻ. If there is no air, വായു ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? എയർ is required for the burning of any substance. ഏതൊരു വസ്തുവും കത്താൻ എന്ത് ആവശ്യമാണ്? എയർ ആവശ്യമാണ്. Fuels also require air for burning. എന്ത് വേണം? വായു വേണം അല്ലെ. It is the oxygen in the air that help. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. Fuels liberate energy by reacting with liberate, അതായത് എനർജി റിലീസ് ചെയ്യും. എങ്ങനെ? ബൈ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ ഇൻ ദ എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അവര് എനർജി റിലീസ് ചെയ്യണത്. ഇൻ അവർ ബോഡി ഓൾസോ ഫുഡ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി. നമ്മുടെ ശരീരത്തും എന്ത് ചെയ്യും? ഫുഡ് ഏതുമായിട്ട് റിയാക്ട് ചെയ്യും? ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്സിജൻ എൻറ്റേഴ്സ് അവർ ബോഡി ത്രൂ ബ്രീത്തിങ്. ഓക്സിജൻ എങ്ങനെയാ? ബ്രീത്തിങ്ങിലൂടെയാണ് നമ്മുടെ ദേഹത്തെ എൻ്റർ ചെയ്യുന്നത്. നൗ യു ക്യാൻ എക്സ്പ്ലെയിൻ വൈ യുവർ മദർ ബ്ലോസ് എ പൈപ്പ് ഇൻ ടു ദ ഫയർവുഡ് സ്റ്റവ് ടു ബേൺ ഫയർവുഡ്.
അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ എന്തുകൊണ്ടാണ് അമ്മ ഒരു കുഴൽ വെച്ച് ഊതുന്നതെന്ന്. യു ക്യാൻ റൈറ്റ് ഡൗൺ യുവർ എക്സ്പ്ലനേഷൻ ഇൻ ദ സയൻസ് ഡയറി. സയൻസ് ഡയറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എഴുതാം. By now you would have understood that firewood burns well in the stove only with an adequate. അപ്പോൾ ഇത് എങ്ങനെ കത്തുക? Only when there is adequate supply of എയർ കണ്ടമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അത് കത്തുള്ളൂ. വാട്ട് ആർ ദർ പെക്യുലാരിറ്റീസ് ഷുഡ് എ ഗുഡ് സ്റ്റവ് ഹാവ്? വേറെ എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ് ഒരു അടുപ്പിന് ആവശ്യമുള്ളത്? പിക്ചർ ഷോസ് എ വുമൺ കുക്കിംഗ് ഫുഡ്. ഒരു സ്ത്രീ പാചകം ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഷീ എക്സ്പീരിയൻസ്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്? വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ടു മേക്ക് എ ഫയർവുഡ് സ്റ്റവ് ബെറ്റർ? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കേണ്ടത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. ഗുഡ് സ്റ്റവ്. ഗുഡ് സ്റ്റവ് പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ യൂസ്ഡ്. ഗുഡ് സ്റ്റവ് എന്താ ചെയ്യുക? നല്ലോണം ഹീറ്റ് സപ്ലൈ ചെയ്യും അല്ലെ? ഫ്യൂവൽ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് മൊത്തം നമുക്ക് ഹീറ്റ് ലഭിക്കും. എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത്. അതായത് മൂവ്മെന്റ് ഓഫ് ദ എയർ നല്ലോണം ലഭിച്ചാലേ എന്തുള്ളൂ? ഫ്യൂവൽ കൺസപ്ഷൻ നടക്കുള്ളൂ. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് റീച്ച് ദ വെസൽ ഫുള്ളി. അപ്പൊ ഹീറ്റ് പ്രൊഡ്യൂസ് ചൂട് ഉണ്ടായത് എവിടെയാണ്? ആ വെസലിന്റെ ചുറ്റും നമുക്ക് ലഭിക്കണം. ദിസ് ഹെൽപ്സ് ടു മേക്ക് കുക്കിംഗ് ഈസിയർ ആൻഡ് ടു സേവ് ഫ്യൂവൽ. അപ്പൊ ഇതിലൂടെ എന്താ സംഭവിക്കുക? എളുപ്പത്തിൽ ഭക്ഷണം പാകം ചെയ്യാനും പിന്നെ ഫ്യൂവൽ സേവ് ചെയ്യാനും നമുക്ക് പറ്റും. ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്മോക്ക് ടു എസ്കേപ്പ്. അപ്പൊ അതിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു മാർഗം സ്വീകരിക്കണം. റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ദ ഫയർവുഡ് സ്റ്റവ് ഇൻ യുവർ സ്കൂൾ ആൻഡ് മോർ എഫിഷ്യന്റ് വൺ. അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള സ്റ്റവ് മോർ എഫിഷ്യന്റ് ആക്കാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്? അത് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. വെഹിക്കിൾ മൾട്ടിപ്ലൈയിങ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൗ മച്ച് ഫ്യൂവൽ ഡു ദിസ് ഫ്യൂവൽ കൺസ്യൂം ഡെയിലി? അപ്പൊ ഈ ഇതില് പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? കണ്ടമാനം വെഹിക്കിൾസ് അല്ലെ? അവരൊക്കെ ഈ ഫ്യൂവൽ കൺസ്യൂം ചെയ്യില്ലേ? വാട്ട് ആർ ദ ഇൻസിഡന്റ് വിച്ച് ലാർജ് എമൗണ്ട്? അപ്പൊ ഏതൊക്കെ ഇൻസിഡൻസിലാണ് ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ യൂസ് ചെയ്യണത്? വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഇൻ ഫ്യൂച്ചർ ഓഫ് ദ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽ? അപ്പൊ ഭാവിയിൽ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താ ഉണ്ടാവുക? ആർ ഓൾ ദ സോഴ്സസ് ഓഫ് എനർജി വി യൂസ് ഇൻ എക്സോസ്റ്റിബിൾ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ പിന്നെ ലഭിക്കാതെ ആവുമോ? Observe the picture. Solar panel, windmill. What are the energy sources made use of the devices indicated? ഇപ്പൊ ഇതൊക്കെ എന്തിനാണ്? വൈദ്യുതി ഉൽപ്പാദിക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ്. Which are the exhaustible and which are not? That is again and again യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് and which are not? Conventional energy source. Petroleum, it is formed from decayed living organism. Buried deep under the earth for millennia. Petroleum എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലുള്ളതാണ്. അതെന്താണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ് ബൈ സം നാച്ചുറൽ ഫിനോമിന. ഡീകേ ചെയ്ത് കിടക്കുകയാണ് അല്ലെ? ലിവിങ് ഓർഗാനിസംസിന്റെ ഡീകേ ചെയ്ത് കിടക്കുന്നതാണ് കുറെ വർഷങ്ങളായിട്ട്. കോൾ ഈസ് ഫോംഡ് ഫ്രം പ്ലാന്റ് റിമെയിൻസ് അല്ലെ? ചെടികളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് കോള് ലഭിക്കുന്നത്. These are called fossil fuels. Such fuels cannot be replaced. Coal is formed from plant remains. They are called fossil fuels. അപ്പോൾ ഫോസിൽ പ്ലാന്റ്സിൽ നിന്നും ലഭിക്കുന്ന കോളിനെയാണ് എന്തെന്ന് പറയാ? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയാം. Such fuels cannot be replenished once they have been exhausted. അവർ അപ്രതീക്ഷിതമായ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റില്ല. They are called conventional fuels. അപ്പൊ അതിനെ എന്താണ് പറയാ? Conventional fuels. In future, conventional fuels will get exhausted if not judicially used. അതായത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിന്നെ എക്സോസ്റ്റ് ആയി പോകും. പിന്നീട് നമുക്ക് അത് ലഭിക്കാൻ ബുദ്ധിമുട്ടാവും. പെട്രോളിയം ഇൻഡ്യൂസ് മെയിൻലി പെട്രോളിയം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ, കെറോസിൻ, താറ്, LPG. In addition, it is used to make manufacture of many products. വേറെ എന്തൊക്കെയാ പ്രോഡക്ട്സ്? പെസ്റ്റിസൈഡ്, പ്ലാസ്റ്റിക്, പിന്നെ മെഡിസിൻസ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. However much they are used, solar energy, wind and sea waves are energy sources which are solar energyയും വിൻഡും പിന്നെ sea waves അതൊക്കെ എന്താണ്? ഇൻഎക്സോസ്റ്റിബിൾ ആണ് അല്ലെ? They are called non conventional energy. അതായത് നമുക്ക് അത് പിന്നെയും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് അതിന് ഇൻഎക്സോസ്റ്റിബിൾ ആണ്. പിന്നെന്താണ്? അതിന് എന്താണെന്നും കൂടെ പറയാം നമുക്ക്? നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. സോളാർ പാനൽ റീപ്ലേസ്ഡ് ഇൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ISRO launches bus using hydrogen as a fuel. Then what are the possibilities of energy sources mentioned in the newspaper? എന്തൊക്കെ സോഴ്സുള്ള എനർജി സോഴ്സാണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നത്? മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡിവൈസസ് വർക്കിംഗ് ഓൺ ദ. അപ്പം ലിസ്റ്റ് ഓഫ് ഡിവൈസസ് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസിന്റെ ഒരു ലിസ്റ്റ് ചെയ്ത്. ഡു യു ഹാവ് എനി ഓഫ് ദം അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ സോളാർ പാനൽസ് സ്പേസ് സ്റ്റേഷനിലൊക്കെ ഉള്ളത്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ? അപ്പൊ ഈ മാക്സിമം നോൺ കൺവെൻഷണൽ എനർജി യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ. Look at the picture. Do all the devices work using the energy? എല്ലാ ഡിവൈസസും ഈ സണ്ണിന്റെ എനർജിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. സോളാർ എനർജി ഈസ് എ ഡിവൈസ്. സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. എന്താണത്? സോളാർ സെല്ലിനെ സോളാർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സോളാർ സെൽ. സോളാർ പാനൽ കണ്ടെയ്ൻ റോസ് ഓഫ് സോളാർ സെൽസ്.
സോളാർ സെല്ലിന്റെ കുറെ ഒരു പാനൽ കാണാം, റോസ് കാണാം. ദേ ആർ റെക്ടാങ്കുലർ പാനൽസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ. സിലിക്കൺ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് എനർജി ആർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഎക്സോസ്റ്റബിൾ ആൻഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കോസ്റ്റ് പൊല്യൂഷൻ. അതായത് നമുക്ക് വീണ്ടും വീണ്ടും അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെന്താണ്, പൊല്യൂഷൻ മലിനീകരണമാക്കില്ല. ലാംപ്സ്, കുക്കേഴ്സ്, വാട്ടർ ഹീറ്റേഴ്സ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ് വർക്കിംഗ് വിത്ത് സോളാർ എനർജി വൈഡ്ലി യൂസ്ഡ് ഇൻ നൗഡേയ്സ്. അതായത് വിളക്ക്, കുക്കറുകൾ, വാട്ടർ ഹീറ്റർ, കാൽക്കുലേറ്റർ ഇതൊക്കെയാണ് ഇതിപ്പോൾ വൈഡ്ലായിട്ട് യൂസ് ചെയ്യണത്. വിൻഡ് എനർജി, വിൻഡ് മിൽസ് പ്രൊഡ്യൂസ് എനർജി ഫ്രം വിൻഡ്. വിൻഡ് മില്ലിൽ നമുക്ക് എന്താ കിട്ടുക, വിൻഡ് എനർജി കിട്ടും അല്ലെ. ദ ബ്ലേഡ്സ് ഓഫ് ദ മിൽ റൊട്ടേറ്റ് ബൈ ദ പവർ. അപ്പൊ വിൻഡിന്റെ സഹായത്തോടു കൂടി ആ ബ്ലേഡ്സ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ദിസ് റൊട്ടേഷൻ ഹെൽപ്പ്, ഈ റൊട്ടേഷൻ എന്ത് ചെയ്യും, വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ മെയ്ഡ് ഇറ്റ് പോസിബിൾ. ദിസ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. വിസിറ്റ് എ വിൻഡ് മിൽ farm during your next study tour. Towards the future with care. Firewood is a conventional source of, firewood എന്ന് പറയുന്നത് എന്താണ്, conventional source of energy, but choke and gases produced when it burns causes, ചോക്കും ഗ്യാസ് അതൊക്കെ എന്താണ്, കത്തിയ ശേഷം എന്ത് ഉണ്ടാക്കും, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാക്കും അല്ലെ. മോർ ഓവർ എക്സസീവ് യൂസ് ഓഫ് ഫയർവുഡ് ലീഡ്സ് ടു, അതായത് കണ്ടമാനം ഈ വിറക് കത്തിക്കുന്നതിലൂടെ എന്തുണ്ടാവും, വനനശീകരണം ഉണ്ടാവും. ദ കൺസംഷൻ ഓഫ് ഫ്യൂവൽ ഈസ് ഓൾസോ ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. ഓൺലി ത്രൂ സ്ട്രിക്റ്റ് കൺട്രോൾ, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളിലൂടെ മാത്രമാണ് എന്ത്, കൺസംഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് കോൾ ആൻഡ് പെട്രോളിയം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് നോൺ കൺവെൻഷൻ എനർജി ആൻഡ് എനർജി ക്രൈസിസ് ബി. അപ്പൊ നോൺ കൺവെൻഷൻ എനർജി മീൻസ് വി ക്യാൻ ക്രിയേറ്റ്, we can use again and again. Likewise, the energy crisis can be overcome in the future. Wastage of fuels. There are various instances in daily life fuels being wasted. ഏതൊക്കെ മെത്തേഡിലാണ് ഫ്യൂൾസ് വേസ്റ്റ് ചെയ്യണത്? Do you store for further use the remains of charcoal and firewood in the stove after cooking for future use? അതായത് ഈ കോളും ചാർക്കോളും ഫയർവുഡ് അല്ലേ, കൽക്കരി, അതൊക്കെ നമ്മൾ പിന്നത്തെ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? Should we use private vehicles rather? പിന്നെന്താണ്, നമ്മൾ പ്രൈവറ്റ് വാഹനമാണോ ഉപയോഗിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കാട്ടിയും? Don't you see the spread of luxurious vehicle despite the fact that many of them have a pure fuels efficiency? What will be the attitude in such situations? അല്ലേ, ഇപ്പൊ എല്ലാവർക്കും കണ്ടമാനം സ്വന്തമായിട്ട് വാഹനങ്ങളാണ്, അതാണ് അപ്പൊ എല്ലാവരും യൂസ് ചെയ്യണത്. അപ്പോൾ മച്ച് ഓഫ് ദ ഫ്യൂൽ ഈസ് ബീൻ വേസ്റ്റഡ്. ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. ഈ ആക്ടിവിറ്റി ചെയ്താൽ നമുക്ക് എനർജി എത്രമാത്രം വേസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഫിഗർ 1 ഷോ ചെയ്യുന്ന തെർമോമീറ്റർ നിയർ ഇലുമിനേറ്റഡ് ഫിലമെന്റ് ബൾബ് അല്ലെ. നോട്ട് ദ തെർമോമീറ്റർ റീഡിംഗ്, ഇതിന്റെ റീഡിംഗ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആഫ്റ്റർ ദ തെർമോമീറ്റർ അറ്റ് റൂം ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത ശേഷം ഫ്ലൂറസെന്റ് ബൾബിലേക്ക് പിന്നീടും തെർമോമീറ്റർ കൊണ്ടുവരിക. അപ്പൊ റിലീസസ് മോർ ഹീറ്റ്, വിച്ച് ബൾബ് റിലീസസ്, അപ്പൊ എന്തായിട്ടുണ്ടാവും, ഈ ബൾബ് ചൂടായിട്ടുണ്ടാവും അല്ലെ. ദ പർപ്പസ് ഓഫ് എ ബൾബ് ഈസ് ടു പ്രൊഡ്യൂസ്, ബൾബിന്റെ പർപ്പസ് എന്താണ്, പ്രൊഡ്യൂസ് ലൈറ്റ്. വെൻ ദ ബൾബ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ഇറ്റ് കോസസ് എന്ത് ഉണ്ടാക്കുക, ലോസ് ഓഫ് എനർജി. Write the note on the experiment on the science diary. The filament lamp, it requires what? More electricity to work, but a CFL, that is combat fluorescent lamp, giving the same amount of energy requires less electricity. അതായത് ഫിലമെന്റ് ലാമ്പിലേക്ക് മോർ ഇലക്ട്രിസിറ്റി റിക്വയർ ചെയ്യുമ്പോൾ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പിൽ എന്താണ്, കുറച്ച് ഇലക്ട്രിസിറ്റി മതി. CFL is better to save energy. LED lamps capable of saving greater amount of energy are now available in the LED lamps also. They can save more amount of energy. See here it is the fuel efficient firewood stove, then this one is the biogas plant. We conserve energy sources when we do not waste fuels. Can't we do several things at home itself to conserve energy? What are the ways to control the consumption of electricity? Electricity control ചെയ്യാൻ എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്? What are the changes to be introduced in the devices and sources of energy for cooking? കുക്കിങ്ങിനൊക്കെ നമ്മൾ എന്തൊക്കെ മാതൃകയാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്? Consumption of energy. Then conduct a seminar on the class on how to prevent excessive use of fuels. അല്ലെ, ഫ്യൂൽ കൺസംഷൻ എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക? വാട്ട് ആർ ദ ഡീറ്റെയിൽ ടു ബി ഗാതേർഡ് ഇൻ പ്രസന്റിംഗ് ഇൻ ദ സെമിനാർ? ദാറ്റ് ഈസ് ഫ്യൂൽ യൂസ്ഡ്, വീട്ടിലെ യൂസ് ചെയ്യുന്ന ഫ്യൂൾസ്. വാട്ട് ആർ ദ പർപ്പസ് ഫോർ വിച്ച് ഫ്യൂൾസ്, എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻക്രീസ് ഫ്യൂൽ എഫിഷ്യൻസി ആൻഡ് എൻഷുർ എനർജി കൺസർവേഷൻ. ഫ്യൂൽ യൂസ്ഡ് ഇൻ എന്തിനൊക്കെയാണ്? വാഹനത്തിൽ എങ്ങനെയാണ് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? പിന്നെ വേറെ ഏതൊക്കെ എനർജി സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്? വാട്ട് ആർ ദ വേസ്റ്റ് യൂട്ടിലൈസ്, പിന്നെ എന്താണ് എപ്പോഴെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. സേവിങ് എനർജി ഇസ് ഈക്വൽ ടു പ്രൊഡ്യൂസിങ് എനർജി. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്, പ്രിപ്പയർ എ നോട്ട് and write it in a science book. Okay, have you understood this? Okay, then thank you.